ഹായ് ഫ്രണ്ട്സ്, തുടക്കത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പല സ്റ്റോക്കുകളെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. എന്നാൽ ലോങ് ടേമിൽ ഒരു കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ടും അതിൽ കമ്പനിയുടെ പ്രസൻറ്റ് പെർഫോമൻസ് വെച്ചുകൊണ്ടും അതിൻ്റെ ബിസിനസ് ഏർണിങ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതുകൂടാതെ മാക്രോ എക്കണോമിക്സ് സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ചൊരു ലോങ് വ്യൂ പറയാൻ പറ്റും. എന്നാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് നെഗറ്റീവായോ അല്ലെങ്കിൽ പോസിറ്റീവായോ പറഞ്ഞുകൊണ്ട് അതിനെ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ പ്രേരിപ്പിക്കുക എന്നുള്ളതല്ല. സ്റ്റോക്കുകളെ ലോങ് ടേമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയെ കുറച്ചും കൂടി സുഗമമാക്കുമെന്നൊക്കെയുള്ള ഒരു സ്റ്റഡി പർപ്പസ് മാത്രമാണ് ഇത്തരം വീഡിയോകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇൻട്രാഡേ ആയി ബന്ധപ്പെട്ട് സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ അത് അങ്ങനെ ആർക്കും പ്രവചിക്കാൻ കഴിയുകയുമില്ല. കാരണം അങ്ങനെ പ്രവചിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ എല്ലാവരും ഇവിടെ രാകേഷ് ചുഞ്ചുംവാലയോ അല്ലെങ്കിൽ അതേപോലെയുള്ള വാരൻ ബുഫയൊക്കെ ആയി മാറുമായിരുന്നു. അപ്പോൾ ഈവൻ വാരൻ ബുഫ ആയാലും രാകേഷ് ചുഞ്ചുംവാലയും അവരൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ലോങ് ടേം വ്യൂവിലൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ കൺവിക്ഷൻ വന്നതിന് ശേഷം അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSU കമ്പനികളിലെ മൊത്തത്തിലുള്ള ഒരു ഉണർവ് കഴിഞ്ഞ കുറേ 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റോക്കുകളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിനെ കുറിച്ചും ഗവൺമെൻറ് സംസാരിക്കുകയാണ്. അത്തരം പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ റെയിൽവേ സെക്ടറിൽ ഉണ്ടാകുന്ന പുതിയ ഡെവലപ്മെൻറ്റ് അതേപോലെ കോപ്പി ചെയ്യുകയും അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ, അതേപോലെ മാസ് ട്രാൻസ്പോർട്ടേഷനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റോക്കുകളിലും നല്ല തോതിലുള്ള റാലി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റോക്കുകൾ നല്ല തോതിലുള്ള എല്ലാ റെയിൽവേ സ്റ്റോക്കുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഇങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള കാരണം, എന്താണ് അതിനെ പ്രേരിപ്പിച്ചുള്ള റാലിയുടെ കാരണമാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ RVNL ഷെയർ നോക്കുകയാണെങ്കിൽ RVNL ഷെയറിൽ ഏകദേശം 10% ഒരു റാലി നമ്മൾ കാണുന്നുണ്ടായി. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ RVNL റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വല്ല ന്യൂസും ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ന്യൂസും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ RVNLുമായി ബന്ധപ്പെട്ട് ജൂലൈ 25 നല്ലൊരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് എന്ന് പറയുന്നത് 191 കോടിയുടെ ഒരു പ്രൊജക്റ്റ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് RVNL നേടിയെടുത്തു എന്നൊരു വാർത്തയായിരുന്നു. പക്ഷേ ആ വാർത്ത വന്ന അന്ന് പോലും ഈ സ്റ്റോക്ക് 2% ഇടിയുകയുണ്ടായത്. ആ ഒരു ഓർഡർ ബുക്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ന്യൂസ് RVNLന് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഓർഡർ കിട്ടിയതായിട്ടോ അത്തരത്തിൽ യാതൊരു ന്യൂസും ഇല്ലായിരുന്നിട്ട് പോലും RVNL 10% മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ വിചിത്രമായ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ RVNLൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് RVNL കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അതിൻ്റെ 646 എന്നുള്ള ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് 4-5 ദിവസങ്ങളിൽ ആഫ്റ്റർ ബഡ്ജറ്റിന് ശേഷം താഴോട്ടേക്ക് വന്ന സ്റ്റോക്ക് ഒടുവിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 564 ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ആ ഒരു താഴോട്ടേക്ക് പോക്ക് തീർച്ചയായും ഇൻവെസ്റ്റേഴ്സിനെ, ടെക്നിക്കലി ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ തീർച്ചയായിട്ടും അതൊരു പാനിക് സിറ്റുവേഷനിൽ എത്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു റീബൗൺസ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ രാവിലെ ഉണ്ടായിട്ടുള്ള മറ്റ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ്. ആ ന്യൂസിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് നടക്കുകയും അത് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ മറികടക്കുകയും, അപ്പോൾ റെസിസ്റ്റൻസ് ലെവല് മറികടന്നു കഴിഞ്ഞാൽ സാധാരണ ഇത്തരം ട്രേഡഡ് സ്റ്റോക്കുകളിൽ വൻതോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാവാറുണ്ട്. കാരണം അവിടെ ഷോർട്ട് ടേം ട്രേഡ് നടത്തുന്നവർ സ്വാഭാവികമായിട്ടും, അപ്പോൾ ഇവിടെ ആ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ബൈങ് അതിൽ നടന്നു. അങ്ങനെ ഒരു മുന്നേറ്റം സ്റ്റോക്കിലുണ്ടായി. ഈ ലെവലിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 646 നെക്സ്റ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, അത് ഓൾ ടൈം ഹൈ ആണ്, ആ ഒരു ലെവൽ ടച്ച് ചെയ്യുന്നത് വരെ ചിലപ്പോൾ ഈ റാലി പോയേക്കാം. ചിലപ്പോൾ ഇത് താഴോട്ടേക്ക് വന്നേക്കാം. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. അപ്പോൾ ഈ 646 ബ്രേക്ക് ആണെങ്കിൽ പിന്നെയും നല്ലൊരു മൂവ് നമുക്ക് കാണാം. കാരണം അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. സ്വാഭാവികമായിട്ടും ടെക്നിക്കലി ട്രേഡ് ചെയ്യുന്നവർ ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൂവാണ് RVNLൽ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് വേറെ സ്റ്റോക്കുകൾ കടന്ന മൂവ് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ റെയിൽവേയുടെ ഈ റാലിയെ നയിച്ചത് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന റെയിൽവേ കമ്പനിയാണ്.
കാരണം ആ സ്റ്റോക്ക് ഇന്ന് 14% ഒരു അപ്സൈഡ് മൂവാണ് ഉണ്ടാക്കിയത്. ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് റൈറ്റ്സ് ലിമിറ്റഡാണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മാസം ജൂലൈ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ഒരു റെഗുലേറ്ററി നോട്ടീസ് ഉണ്ടായിരുന്നു. അതിലവർ ബോർഡ് മീറ്റിംഗ് ഈ വരുന്ന 31 നടക്കാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അവിടെ അവർ റിസൾട്ട് അനൗൺസ് ചെയ്യുകയും അതുപോലെ ഡിവിഡൻഡോ മറ്റു കാര്യങ്ങളോ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നലെ അവർ കൊടുത്തിരുന്നു. അപ്പോൾ 28 കൊടുത്ത ആ ഒരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് അതിലവർ പറയുന്നത് ബോണസ് കൊടുക്കാനുള്ള സാധ്യത കൺസിഡർ ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ തീരുമാനത്തെ ഇനി ബോർഡ് മീറ്റിങ്ങിൽ അപ്രൂവൽ വാങ്ങണം. അപ്പോൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഈ ബോണസ് ഇഷ്യൂ ചെയ്യുള്ളൂ. ആ ബോണസിൻ്റെ റേഷ്യോ എത്രയാണ്, 1:10 ആണോ, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ റേഷ്യോ അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ബോർഡ് മീറ്റിംഗിന് ശേഷമായിരിക്കും. അപ്പോൾ അവിടെ പക്ഷേ ഇത് ഒരു കൺസിഡർ ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അവിടെ ആ ബോർഡ് മീറ്റിങ്ങിൽ അത് പാസ്സാവണം. അപ്പോൾ ഈ ഒരു ന്യൂസ് സ്വാഭാവികമായിട്ടും റൈറ്റ്സ് ലിമിറ്റഡിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. ആ ഒരു മുന്നേറ്റവും ബേസിക്കലി ഒരു ടെക്നിക്കലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ NSE സൈറ്റിൽ പോയിട്ട് ഈ സ്റ്റോക്കിൻ്റെ ഡെലിവറബിൾ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വോളിയം ട്രേഡ് അവിടെ നടന്നിട്ടുണ്ട്. ആ വോളിയം ട്രേഡിൽ പക്ഷേ 10% മാത്രമേ ഡെലിവറി വോളിയം ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഡെലിവറി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇന്ന് ഡെലിവറി ആയിട്ട് സ്റ്റോക്കുകൾ എടുത്തത്, അതായത് അടുത്ത കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡ് ചെയ്യാനോ അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിനോ ഒക്കെ വേണ്ടിയിട്ട് ഡെലിവറി എടുത്ത സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിൻ്റെ 10% മാത്രമാണ്. അത് RVNL നോക്കുകയാണെങ്കിൽ ടോട്ടൽ വോളിയത്തിന് 20%. അത് ഇർക്കോൺ ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വോളിയത്തിൻ്റെ ഏകദേശം 21%. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ യുഫോറിയ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. അപ്പോൾ ആ ഇൻട്രാഡേയിൽ ഇത്തരം സ്റ്റോക്കുകൾ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ അവരുണ്ടാക്കുന്ന ആ ഒരു യുഫോറിയ സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകളിൽ വമ്പിച്ച റാലിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ റെയിൽവേ സ്റ്റോക്കുകളുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റോ പോസിറ്റീവ് ന്യൂസോ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ്, അതുപോലെ അതിൻ്റെ ഒരു തരംഗം എല്ലാ സ്റ്റോക്കുകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബോണസ് ഇഷ്യൂ സ്വാഭാവികമായിട്ടും എല്ലാ സ്റ്റോക്കുകളിലും ഒരു ഉണർവുണ്ടാക്കി. കാരണം ഭാവിയിൽ RVNL അതുപോലെ തന്നെ IRFCയിലും അതുപോലെ മറ്റ് റെയിൽവേ സ്റ്റോക്കുകൾ ഇർക്കോൺ ഇൻ്റർനാഷണലിലോ അല്ലെങ്കിൽ റെയിൽടെല്ലിലോ ഒക്കെ ആ രീതിയിലുള്ള ബോണസ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സ്റ്റോക്കുകളിലൊക്കെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു റിസൾട്ട് നല്ല രീതിയിൽ വരികയും നല്ല രീതിയിലുള്ള പ്രോഫിറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കമ്പനികൾ ബോണസും ഡിവിഡൻഡും ഒക്കെ വലിയ തോതിൽ പ്രഖ്യാപിക്കുക. അപ്പോൾ ഇവിടെ ക്യാഷ് റിച്ച് ആയിട്ട് കമ്പനികൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ വരാൻ പോകുന്ന റെയിൽവേ സ്റ്റോക്കുകളുടെ നല്ല റിസൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്പെക്കുലേഷനും ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ റെയിൽവേ സ്റ്റോക്കുകളിലൊരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മാത്രമേ ഇപ്പോൾ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേമിലുള്ള അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സ്റ്റോക്കുകൾ മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഇപ്പം നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ 14.22% മുന്നേറ്റമാണ് ഉണ്ടായത്. ഏകദേശം 100 രൂപയുടെ ഒരു വർധനമാണ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. IRFC എന്ന് പറയുന്ന സ്റ്റോക്കിൽ 7.26% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ തന്നെ RVNL ഏകദേശം 9.99% ഒരു മുന്നേറ്റം ഉണ്ടായി. ഇർക്കോൺ ഇൻ്റർനാഷണലിൽ 9.60% ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ടിറ്റഗാർ റെയിൽ സിസ്റ്റത്തിൽ 4.71% മുന്നേറ്റം മാത്രമാണ് ഉണ്ടായത്. റെയിൽടെൽ കോർപ്പറേഷനിൽ 5.24% മുന്നേറ്റം കാണാം. അതുപോലെ ടെക്സ്മാക്കോ റെയിലിൽ ഏകദേശം 2.30% മുന്നേറ്റം. അതുപോലെ ജൂപ്പിറ്റർ വാഗൺസിൽ 1% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ IRCTCയിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. 0.77% നേരിയൊരു മുന്നേറ്റമാണ് കാണാൻ കഴിയുക. അതുപോലെ BEL എന്ന് പറയുന്ന റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള BEL ഭാരത് ഇലക്ട്രോണിക്സിൽ 3.68% മുന്നേറ്റം ഉണ്ടായതായി കാണാം. അതുപോലെ കണ്ടെയ്നർ കോർപ്പറേഷൻ എന്ന് പറയുന്ന റെയിൽവേ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ സ്റ്റോക്കിൽ 0.33% മുന്നേറ്റവും കാണാം. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു തരംഗം എല്ലാ സ്റ്റോക്കുകളിലെയും ബാധിച്ചിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. കാരണം വ്യാപകമായിട്ട് എല്ലാവരും
ഒരു സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള ബൈങ് അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു ബബിൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ മൊത്തത്തിൽ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പണം ഒഴുകുകയാണ്. കാരണം ഈ ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ട് പോലും ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് റേറ്റ് വർദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വലിയ തോതിൽ പണം ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഒഴുകുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു യുഫോറിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് സ്റ്റോക്കിലേക്കും ഭ്രാന്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഒരു യുഫോറിയ സമയത്ത് ആണ് സ്വാഭാവികമായിട്ടും ബബിൾസ് രൂപപ്പെടുക. അപ്പോൾ ബബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സോപ്പ് കുമ്പിളയാണ്. അപ്പോൾ അത് എപ്പോഴാണ് പൊട്ടുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ എങ്കിലും ഇവിടെ റെയിൽവേ സ്റ്റോക്കുകളിൽ നമുക്കറിയാം അത് അടുത്ത ഒരു 5 വർഷം നല്ലൊരു തോതിലുള്ള ഓർഡർ ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല മുന്നേറ്റം ഉണ്ട്. നമുക്കറിയാം IRCTC എന്ന് പറയുന്ന സ്റ്റോക്കിൽ കൊറോണയ്ക്ക് ശേഷം റെയിൽവേയിൽ ബുക്കിംഗ് ഒക്കെ വർദ്ധിച്ചപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം IRCTC സ്റ്റോക്കിലുണ്ടായിരുന്നു. വലിയൊരു റാലി ആ സ്റ്റോക്കിൽ നടന്നിരുന്നു. ആ സമയത്ത് പക്ഷേ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നു. അതായത് കൺവീനിയൻസ് ഫീസ് ഗവൺമെൻറ് എടുക്കുമെന്നും ബാക്കിയുള്ള തുക മാത്രമേ IRCTC ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞപ്പോൾ ആ സ്റ്റോക്കിൽ വമ്പിച്ച ക്രാഷ് നടന്നു. ആ ക്രാഷിന് ശേഷം പിന്നീട് IRCTCക്ക് വലിയ തോതിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. മൊത്തത്തിൽ റെയിൽവേ സ്റ്റോക്കുകൾ റാലി നടക്കുമ്പോൾ IRCTC ഇപ്പോഴും ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പിറകിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പോളിസികൾ ഇത്തരം സ്റ്റോക്കുകൾ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി എത്രത്തോളം മുന്നോട്ട് പോകും. ഇപ്പോൾ നമുക്കിനെ ബജറ്റ് സമയത്ത് തന്നെ ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നൊറ്റ കാരണത്തിലാണ് പല റെയിൽവേ സ്റ്റോക്കുകളും താഴോട്ടേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പോളിസി ഏറ്റവും അധികം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന നിലയ്ക്ക് റെയിൽവേ സ്റ്റോക്കുകൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൈ വാല്യൂവിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശരി. എന്നാൽ ഓൾറെഡി ഈ സ്റ്റോക്കിൽ അതിൻ്റെ ലോവർ ലെവൽ നല്ല PE റേഷ്യോയിൽ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. പക്ഷേ ഹൈവിൽ പോയിട്ട് ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് എപ്പോഴും റിസ്ക് തന്നെയാണ്. അവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, ടെക്നിക്കൽ അനാലിസിസ് നടത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.